അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ജീവിതത്തിൽ പല വേദനകൾ ഉണ്ടാകുമ്പോൾ ആ വേദനകളൊക്കെ മനസ്സിൽ വെക്കുമ്പോൾ അത് നീറി നീറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാനിത് പറയാൻ കാരണം പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കും. ആ ജീവിതത്തിൽ മക്കളുണ്ടാകും. ഭർത്താവിനെ പിരിയാൻ ഭാര്യയ്ക്ക് കഴിയില്ല, ഭാര്യനെ പിരിയാൻ ഭർത്താവിന് കഴിയില്ല. നല്ല സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ അല്പം പ്രായമാകുമ്പോൾ, അതല്ലെങ്കിൽ ചെറിയ കുഞ്ഞു മക്കളാകുമ്പോൾ ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഭാര്യ പിന്നീട് മക്കളൊക്കെ വലുതാകുമ്പോൾ മക്കൾ കൂടി ആശ്രയം വരുമ്പോൾ ഈ എക്സ്പേർഡായിട്ടുള്ള ഭർത്താവിനെ തള്ളിക്കളയുന്നൊരു സ്വഭാവം, അവരെ പരിഗണിക്കാത്തൊരു സ്വഭാവം, അത് താങ്ങാനാവാത്ത വേദനയാണ് ഒരു ഭർത്താവിനെ കുറിച്ചിടത്തോളം. അവർക്ക് കഴിവില്ലാതെ വരുമ്പോൾ മക്കളുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന ഭാര്യ, മുമ്പ് എല്ലാമായിരുന്ന ഭാര്യ ഇപ്പോൾ ഇല്ലാണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, ആ വേദന താങ്ങാനാവില്ല. ആ വേദന മനസ്സിലിങ്ങനെ തികട്ടി വരും. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു വിഷയമാണത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു ലൈലത്തുൽ ഖദർ ഉണ്ടായിട്ടും കാര്യമില്ല, ഒരു റമദാൻ ഉണ്ടായിട്ടും കാര്യമില്ല, ഒരു നോമ്പുണ്ടായിട്ടും കാര്യമില്ല. മനസ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, റെസ്പെക്റ്റ് ഇല്ലായ്മ വേദന, പരിഗണിക്കാത്ത അവസ്ഥ വരുമ്പോൾ ഏറ്റവും വലുത് പരിഗണനയാണ്. അബസ വത്തവല്ല അൻജാ അഹുൽ അഅ്മ. ഒരു കണ്ണുകുരുടനായ സ്വഹാബി വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ റസൂലുള്ള ഒന്ന് ശ്രദ്ധിക്കാതിരുന്നു പോയി. അത് തെറ്റല്ല, പക്ഷേ അപ്പോഴിറങ്ങിയ ആയത്താണ് കേട്ടോ, അബസ വത്തവല്ല, പിന്തിരിഞ്ഞു കളഞ്ഞല്ലോ, പരിഗണിക്കാതിരുന്നല്ലോ. ആ കണ്ണുകുരുടനായ സ്വഹാബി വന്നപ്പോൾ പരിഗണന ഏറ്റവും വലുതാണ്. ഒന്നും കൊടുക്കണ്ട, പരിഗണിച്ചാൽ മതി. ആ പരിഗണന നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന വലുതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, നല്ലതൊക്കെ ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്, അതെല്ലാം നഷ്ടപ്പെടും കേട്ടോ. ഒരു കാലഘട്ടത്തിൽ ബാക്കിലേക്ക് ചിന്തിച്ച് നോക്ക്. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആരായിരുന്നു? അതിൻ്റെ ശേഷം ഉണ്ടായതല്ലേ ഈ മക്കളൊക്കെ. ഈ മക്കളൊക്കെ വലുതാകുമ്പോൾ മക്കളെ പരിഗണിക്കണം, വേണ്ടാന്നല്ല. പക്ഷേ അപ്പോൾ ഇവിടെ ഇതൊക്കെ എക്സ്പേർഡായി പോയെന്ന നിലക്ക് തള്ളിക്കളയുകയും അവരെ പരിഗണിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പുറത്ത് കാണിക്കാത്ത വല്ലാത്തൊരു വേദനയാണ്. ആ വേദന തുടച്ച് നീക്കാത്ത കാലത്തോളം ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കൂല. ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കൂല. അതെത്ര പൊരുത്തപ്പെടിച്ചാലും നടക്കൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സുഹൃത്തിനോട് ഫോണിൽ വിളിച്ചിട്ട് വേദന പറഞ്ഞപ്പോൾ ആ വേദന പലർക്കുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വിടുന്നത്. വളരെ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. നമുക്ക് ദുന്യാവ് കുറച്ചേ ഉള്ളൂ. ദുന്യാവല്ല നമുക്ക് വലുത്, ആഖിറമാണ്. പരിഗണിക്കേണ്ടവരെ പരിഗണിക്കണം. മാതാപിതാക്കളെ പരിഗണിക്കേണ്ടതുപോലെ മക്കൾ പരിഗണിക്കണം. ഒരല്പം വേദന മാതാപിതാക്കളെ കൽബിൽ കൊടുത്തുകൂടാ. ഭാര്യമാർ ഭർത്താക്കന്മാരെ പരിഗണിക്കണം, വേദനിപ്പിക്കരുത്. അവരുടെ ഓരോ ആറ്റിറ്റ്യൂഡുകളും ഓരോ ബോഡി ലാംഗ്വേജുകളും പ്രായമുള്ള ഭർത്താവിൻ്റെ മനസ്സിൽ നീറ്റലുണ്ടാക്കും. ആ നീറ്റലുണ്ടാക്കുമ്പോൾ അത് വെച്ചുകൊണ്ട്, ആ നീറ്റൽ വെച്ചുകൊണ്ടുള്ള അവരെ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കൂല. ഭാര്യ മരിക്കുന്ന സമയത്ത് ഭാര്യ അവരോട് നല്ല സ്നേഹത്തിലായിരുന്നെങ്കിൽ ദഖലൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയോട് അവൾക്ക് എന്തോ ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ദഖലത്തിന്നാർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. കുട്ടിക്കളികളൊക്കെ ഒഴിവാക്കിയിട്ട് വേദനിപ്പിക്കുന്ന ബോഡി ലാംഗ്വേജ് കൊണ്ടുപോലും ഒരാളെയും വേദനിപ്പിക്കാതെ, വിശിഷ്ട ഭർത്താക്കന്മാരുടെ പൊരുത്തം, സ്നേഹം, അവർ ചിലപ്പോൾ അവരുടെ അടുത്തൊക്കെ പാളിച്ചകളുണ്ടാവും. ആ പാളിച്ചകളൊക്കെ പറയുക എന്നല്ലാതെ വേദനിപ്പിക്കുന്ന വാക്കുകളും വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകളും പരിഗണിക്കാത്ത അവസ്ഥയും വന്ന് ജീവിക്കുമ്പോൾ
അവിടെ ഇബാദത്തുകളൊക്കെ നഷ്ടപ്പെടുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹുവിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളാനും കഴിയില്ല. അള്ളാഹു തആല നമുക്ക് നല്ലതൊക്കെ ചെയ്യാനും നല്ലതൊക്കെ പ്രവർത്തിക്കാനും തൗഫീക്ക് നൽകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രികളിലൊക്കെ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.